കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ളത് കോഴിക്കോട് റൂറൽ എസ് ബൈജുവിന് ഇന്നലെ മനസ്സിലായിരുന്നു. രാജ്യത്തെ ഒരു പാർലമെന്റ് അംഗത്തിന്റെ തലയും മൂക്കിന്റെ പാലവും അടിച്ചു തകർത്ത് കളഞ്ഞിട്ടും അങ്ങനെയൊന്നും പോലീസുകാർ ചെയ്തിട്ടില്ലെന്ന് റിപ്പോർട്ട് കൊടുക്കുകയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനാണ് ബൈജു. ഇന്നലെ താമരശ്ശേരിയിൽ ജനകീയ പ്രക്ഷോഭത്തിൽപ്പെട്ട് അടിവാങ്ങിക്കുമ്പോൾ അതൊരു ചരിത്ര നിയോഗമായി കണ്ടവരെ കുറ്റം പറയാനാകില്ല. നമുക്കറിയാം, ഷാഫി പറമ്പിൽ എന്ന MP ഒരു കേസിലും പ്രതിയല്ല, ഒരു ജനകീയ നേതാവാണ്. ആ ജനകീയതയെ പേടിപ്പിക്കുന്ന CPM-കാർ പോലീസുകാർക്ക് കൊട്ടേഷൻ കൊടുത്ത് ഷാഫിയെ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയപ്പോൾ അതിന് എല്ലാ സഹായവും ചെയ്ത് മുന്നിൽ നിന്നവനാണ് ഇന്നലെ തല്ല് വാങ്ങിക്കൂട്ടിയ റൂറൽ SP ബൈജു. KC വേണുഗോപാൽ അടക്കമുള്ളവർ ബൈജു മോനെ, നിന്നെ നിയമത്തിന്റെ മുന്നിൽ എത്തിച്ചിട്ട് ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് താക്കീത് നൽകിയതാണ്. അത്രയ്ക്കും ജനങ്ങളുടെ പ്രതിഷേധവും ഷാഫിക്കുള്ള പ്രാർത്ഥനയും കൂടിയാകുമ്പോൾ പ്രതിക്ക് വയറ് നിറയെ കിട്ടിയെന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. അതായത് താമരശ്ശേരി അമ്പായത്തോടിയിലെ ഫ്രഷ് കട്ട് ഫാക്ടറിക്കെതിരെ ഏറെ നാളായി സമരത്തിലാണ് നാട്ടുകാർ. 3 പഞ്ചായത്തുകളിലെ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നതാണ് ഇവിടെ നിന്ന് വമിക്കുന്ന ദുർഗന്ധമെന്നാണ് ആർക്കും മനസ്സിലാകുന്ന വസ്തുത. പക്ഷേ അവിടെയും ന്യായമായി സമരം നടത്തുന്നവർക്കെതിരെയാണ് പിണറായി വിജയന്റെ പോലീസ്. പാവങ്ങളുടെ ഭാഗം കേൾക്കാൻ തയ്യാറാകാത്ത പോലീസ് അടിച്ചമർത്താൻ നോക്കിയപ്പോഴാണ് ജനങ്ങൾ രോഷാകുലരായത്. എല്ലാ സമരങ്ങളെയും അടിച്ചമർത്തി മുന്നോട്ടു പോകാം എന്ന പാത സ്വീകരിക്കാൻ തുടങ്ങിയ പിണറായി വിജയൻ എന്ന അഭിനവ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ചട്ടുകമാണ് DYSP ബൈജു എന്നിരിക്കെ നാട്ടുകാർ അദ്ദേഹത്തിനെതിരെ തിരിയുകയായിരുന്നു. ഒരു നാടിന്റെ തന്നെ ചൈതന്യം ഇല്ലാതാക്കുന്ന തരത്തിൽ ഒരു അറവ് മാലിന്യ സംസ്കരണം കൊണ്ടുവന്ന് ജനങ്ങളെ അടിച്ചേൽപ്പിക്കുമ്പോൾ അവിടെ സ്വാഭാവികമായും സമരം നടക്കുക തന്നെ ചെയ്യും. അതിനെ ന്യായമായ രീതിയിൽ പറഞ്ഞു തീർക്കുകയും അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്യേണ്ട ഒരു സർക്കാർ പൂർണ്ണമായും ബഹുജന സമരത്തെ അടിച്ചമർത്താൻ നോക്കി എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോഴാണ് ജനങ്ങൾ രോഷാകുലരായത്. അതിനിടയിലാണ് റൂറൽ SP ബൈജുവിന് അടി കിട്ടിയത്. ഇത് തന്നെയാണ് പേരാമ്പ്രയിൽ നടന്നത്. സമാധാനപരമായ പ്രകടനം നടത്തുന്നവർക്കെതിരെ CPM അക്രമികളുടെ വാക്കും കേട്ട് പ്രകോപനം സൃഷ്ടിക്കുകയും അതിനിടയിൽ സ്ഥലം MP-യെ ലക്ഷ്യം വെച്ച് തലയും മൂക്കും പോലീസ് തന്നെ അടിച്ചു പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ കണ്ടിട്ടില്ലാത്തതാണ്. അതിനെയാണ് ഒരു റൂറൽ SP എന്ന ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ന്യായീകരിച്ചത്. താമരശ്ശേരി നടന്ന അക്രമ സമരങ്ങളൊന്നും ഞങ്ങൾ ന്യായീകരിക്കാൻ തയ്യാറല്ല. എങ്കിലും ജനവികാരം അറിഞ്ഞ് പ്രവർത്തിക്കാത്ത ഭരണകൂടവും അതിന് ഗുണ്ടകളെ പോലെ ആയി അതപ്പതിച്ച പോലീസ് സംവിധാനവുമാണ് ഇതൊക്കെ വരുത്തിവെക്കുന്ന എന്നുള്ളതാണ് സത്യം. അതിനിടയിൽ കാരണക്കാരായവർക്ക് അടി കിട്ടിയാൽ അത് ഇരുന്ന് വാങ്ങിയത് എന്നേ പറയാൻ കഴിയുള്ളൂ.